الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم في بيوت أذن الله أن ترفع ويذكر فيها اسمه يسبح له فيها بالغدو والآصال. ബഹുമാന്യരായ സത്യവിശ്വാസിനി വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉത്ബോധിപ്പിക്കുകയാണോ? അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിലെ 24-ാമത്തെ സൂറത്തായ സൂറത്തുൻ നൂറിലെ 36-ാമത്തെ വചനമാണ് ആമുഖമായി ഓതിക്കേൽപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർള് മസലു നൂരിഹി കമിശ്കാത്തിൻ ഫീഹാ മിസ്ബാഹ് അൽ മിസ്ബാഹു ഫീ സുജാജ അസ്സുജാജതു കഅന്നഹാ കൗകബുൻ ദുർരിയ്യുൻ യൂഖദു മിൻ ശജറത്തിൻ മുബാറക സൈതൂനത്തിൻ ലാ ശർഖിയ്യത്തുൻ വലാ ഗർബിയ്യ യകാദു സൈതുഹാ യുളയ്യ വലൗ ലം തംസസ്ഹു നാർ എന്ന് തുടങ്ങി നക്ഷത്രം പോലെ ജ്വലിക്കുന്ന ഒരു വിളക്കുമാടത്തിൽ തീ തട്ടിയില്ലെങ്കിൽ പോലും പ്രകാശിക്കുന്ന അനുഗ്രഹീതമായ പാശ്ചാത്യമോ പൗരസ്ത്യമോ അല്ലാത്ത ഒലീവ് എണ്ണയാൽ കത്തിക്കപ്പെടുന്ന സ്ഫടികത്തിനകത്തുള്ള വിളക്ക് പോലെയുള്ളതാണ് അള്ളാഹുവിന്റെ പ്രകാശം എന്ന് അള്ളാഹുവിന്റെ പ്രകാശത്തെ മനോഹരമായ ഉപമയിലൂടെ, മെറ്റഫറിലൂടെ ഉപമിച്ച് വർണ്ണിച്ച ശേഷമാണ് ഈ ആയത്ത് സൂറത്തുൻ നൂറിലുള്ളത്. ഇതിന്റെ അർത്ഥം, ചില ഭവനങ്ങളിലത്രേ ആ വെളിച്ചമുള്ളത്. അള്ളാഹുവിന്റെ നാമം സ്മരിക്കുവാനും അവനെ പ്രകീർത്തിക്കുവാനും വിശ്വാസികൾ പ്രഭാത പ്രദോഷങ്ങളിൽ അവിടെ ഒത്തുകൂടുന്നു. അവരെ കച്ചവടമോ ജീവിതത്തിന്റെ തിരക്കുകളോ ക്രയവിക്രയങ്ങളോ അവരെ ശ്രദ്ധ തിരിച്ചുവിടുന്നില്ല എന്നാണ് തുടർന്ന് ആ ആയത്തിലുള്ളത്. തുടർന്ന് കണ്ണുകളും കൽബുകളും ഇളകിമറിയുന്ന ഒരു ദിവസത്തെ അങ്ങനെ ഒത്തുകൂടുന്നവർ ഭയപ്പെടുന്നു എന്നും തുടർന്ന് അള്ളാഹു പറയുന്നു 37-ാമത്തെ വചനത്തിൽ. ഈ വിളക്കുമാടം വിശ്വാസികളുടെ ഹൃദയവും ഈ വിളക്ക് അള്ളാഹുവിന്റെ പ്രകാശവുമാണെന്ന് ഇബ്നു അബ്ബാസ്, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പോലെയുള്ളവർ വിശദീകരിക്കുന്നു. ഈ പ്രഭയും പ്രഭാവവും പ്രസരിക്കുന്നത് പള്ളികളിൽ നിന്നാണ് എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സൂചിപ്പിക്കുന്നത്. ഇത്രയും മഹത്തരമായ ഒരു പള്ളിയിലാണ് നമ്മൾ സമ്മേളിച്ചിരിക്കുന്നത്.
അള്ളാഹുവിന്റെ ഭവനം ബൈത്തുള്ള എന്നാണ് പള്ളിയെക്കുറിച്ചുള്ള ഇസ്ലാമിന്റെ വിശേഷണം. നമ്മുടെ വീട് നാം എത്രത്തോളം മനോഹരമാക്കുന്നു, എത്രത്തോളം അതിനെ വിലമതിക്കുന്നു, അത് ഭംഗിയായുള്ളതാവാനും സൗകര്യപ്രദമായിരിക്കാനും നമ്മൾ അഭിലഷിക്കുന്നു. അപ്പോൾ അള്ളാഹുവിന്റെ ഭവനത്തെ നാം എത്രത്തോളം ആദരിക്കേണ്ടതുണ്ട്, മഹത്വം കൽപ്പിക്കേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. പള്ളി ഉറക്കം, പള്ളി എഴുന്നള്ളത്ത് എന്നൊക്കെ നാം കേൾക്കാറുണ്ട്. നമ്മളാരും ഉറങ്ങുന്നതിന് അങ്ങനെ പറയാറില്ല. നമ്മളാരും വരുന്നതിന് പള്ളി എഴുന്നള്ളത്ത് എന്ന് പറയില്ല. ഒരു രാജാവിന്റെ ഉറക്കത്തെ, ഒരു രാജാവിന്റെ എഴുന്നള്ളത്തിനെയാണ് പള്ളി എന്ന് ചേർത്തുകൊണ്ട് പള്ളി ഉറക്കം എന്നും പള്ളി എഴുന്നള്ളത്ത് എന്നൊക്കെ പറയുന്നത്. അഥവാ ആ പദത്തിൽ തന്നെ മഹത്വം ഉണ്ട് എന്നർത്ഥം. അപ്പോൾ ഇസ്ലാമിലാണെങ്കിൽ മസ്ജിദ്, സുജൂദ് ചെയ്യുന്ന സ്ഥലം, അഥവാ നാം അഭിമാനബോധത്തോടെ എല്ലാവർക്കും മുമ്പിലും ഉയർത്തിപ്പിടിക്കുന്ന തല മണ്ണോളം താഴ്ത്തി വെച്ചുകൊണ്ട് നാം നിർവഹിക്കുന്ന സുജൂദിന്റെ സ്ഥലം എന്നാണ് പള്ളിയെക്കുറിച്ച് അറബി ഭാഷയിൽ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ ദുരിതകാലത്തിന് ശേഷം പ്രവാചകത്വത്തിന്റെ 14-ാം വർഷം മദീനയിലേക്ക് ഹിജറ പോവുകയും അതിനിടയ്ക്ക് മദീനയിൽ എത്തുന്നതിന് മുമ്പ് ഖുബ എന്ന സ്ഥലത്ത് 4 ദിവസം താമസിച്ചപ്പോൾ അവിടെ ഈന്തപ്പനകളും ഈന്തപ്പന തടികളും ഈന്തപ്പന ഓലകളും കൊണ്ട് അവിടെ ഒരു പള്ളി ഉണ്ടാക്കുകയാണ് ആദ്യമായി ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തെ ആദ്യത്തെ പള്ളി. അതിനുശേഷം മദീനയിലേക്ക് എത്തിയപ്പോൾ പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഈ ഒട്ടകം, അതിന് ഭോജനം നൽകപ്പെട്ടിട്ടുണ്ട്, അത് മുട്ടുകുത്തുന്ന സ്ഥലത്താണ് ഞാൻ വിശ്രമിക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ ആ ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്രമിക്കാൻ ഇറങ്ങിയപ്പോൾ പിന്നീട് നബി ചെയ്തത് ആ സ്ഥലം ആരുടേതാണെന്ന് അന്വേഷിക്കുകയും ബനു നജാറിലെ 2 അനാഥ കുട്ടികളുടേതാണ് ആ സ്ഥലമെന്നറിഞ്ഞപ്പോൾ അവരുടെ കൈകാര്യകർത്താവായ മുആദ് ബിൻ അഫ്രാഇനോട് ആ സ്ഥലം വിൽക്കാമോ എന്ന് ചോദിക്കുകയും അതിന് വില നിശ്ചയിക്കുകയും അത് വില കൊടുത്തു വാങ്ങി അവിടെ പള്ളി പണിയുകയുമാണ് ചെയ്തത്. അതാണ് മസ്ജിദുൻ നബവി. ഇങ്ങനെയുള്ള പള്ളി കേവലം ഒരു ആരാധനക്കുള്ള സ്ഥലം മാത്രമല്ല, അത് നമസ്കാരത്തിന് മാത്രമുള്ള ഒരു സ്ഥലമല്ല. നമസ്കാരത്തിന് മാത്രമായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുന്നുണ്ട്, ഫുളുൽനാ അലന്നാസി ബിസലാസിൻ, 3 കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ സമുദായം നമ്മൾ ശ്രേഷ്ഠമാക്കപ്പെട്ടിരിക്കുന്നു. 1, ഭൂമി മുഴുവൻ നമസ്കാര സ്ഥലം ആക്കി തന്നു, നമസ്കാര സ്ഥലമായി എനിക്ക് അനുവദിച്ചു തന്നു, നമുക്ക് അനുവദിച്ചു തന്നു എന്നുള്ളതാണ്. 2, വെള്ളം കിട്ടിയില്ലെങ്കിൽ ശുദ്ധിയാക്കാൻ മണ്ണ് അനുവദിച്ചു എന്നുള്ളതാണ് നമുക്കുള്ള ശ്രേഷ്ഠതയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത്. 3-ാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത് യുദ്ധമുതലുകൾ, യുദ്ധത്തിന് കിട്ടുന്ന ശത്രുക്കളിൽ നിന്ന് കിട്ടുന്ന ധനം, അത് മുൻ സമുദായങ്ങൾക്ക് അനുവദനീയമായിരുന്നില്ല, അത് അനുവദിക്കപ്പെട്ടു എന്നുള്ളതാണ് 3-ാമത്തെ ശ്രേഷ്ഠതയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണുന്നത്. അപ്പം ഭൂമി മുഴുവൻ പള്ളിയായി നിശ്ചയിക്കപ്പെട്ട ഒരു സമുദായത്തിന് നമസ്കാരത്തിന്, കേവലം നമസ്കാരത്തിന് മാത്രമുള്ളതല്ല പള്ളി, അതിനുവേണ്ടി മാത്രം അടച്ചു തുറക്കുന്ന, ജമാഅത്ത് നമസ്കാരത്തിന് ശേഷം മാത്രം ലൈറ്റും ഫാനും ഓഫാക്കി പോകുന്ന അങ്ങനെയുള്ളൊരു കേന്ദ്രമല്ല മസ്ജിദ്. ഇസ്ലാമിലെ മുഴുവൻ കാര്യങ്ങളുടെയും കേന്ദ്രമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിവേദക സംഘങ്ങളെ, വിവിധ നാടുകളിൽ നിന്ന് വരുന്ന ഇസ്ലാമിനെ കുറിച്ച് അറിയാനും മറ്റു കാര്യങ്ങൾക്കുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് വന്ന നിവേദക സംഘങ്ങളെ സ്വീകരിക്കാനും സഹായം ആവശ്യമുള്ളവർക്ക് അഭയം തേടാനും ഒക്കെയുള്ള കേന്ദ്രമായി പള്ളിയെ കണ്ടിരുന്നു. വേറെ വീടും മറ്റു സൗകര്യങ്ങൾ ഒന്നുമില്ലാത്ത പാവപ്പെട്ടവർക്ക് അഹ്ലുസ്സുഫ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയുടെ വരാന്തയിൽ അവർ തമ്പടിച്ചിരുന്നു. യാത്രക്കാരും ഭക്ഷണം ആവശ്യമുള്ളവരുമൊക്കെ പള്ളിയായിരുന്നു അഭയകേന്ദ്രമായി കണ്ടിരുന്നത്. നമസ്കാരത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഭക്ഷണം ആവശ്യമുള്ളവരെ കണ്ടാൽ
സഹാബികളോട് ചോദിക്കും, ആരുണ്ട് ഇവരെ ഒന്ന് ഭക്ഷിപ്പിക്കാൻ? നമ്മൾ സാധാരണ എന്തെങ്കിലും നടക്കാത്ത കാര്യത്തിനെ കുറിച്ച് പള്ളിയിൽ പോയി പറയും എന്നൊരു ഭാഷ പ്രയോഗിക്കാറുണ്ട്. എന്ത് കാര്യങ്ങളും പരിഹരിക്കാനുള്ള കേന്ദ്രമാണ് പള്ളി എന്നാണ് ആ പ്രയോഗം സൂചിപ്പിക്കുന്നത്. പഠന കേന്ദ്രമാണ് പള്ളി. യൂണിവേഴ്സിറ്റികളായി മാറിയ ഒരുപാട് പള്ളികൾ ഇസ്ലാമിന്റെ ചരിത്രത്തിലുണ്ട്. മൊറോക്കോയിൽ ഫാത്തിഹ അൽ ഫിഹ്രി എന്ന സ്ത്രീ സ്ഥാപിച്ച അൽ ഖവാരിയീൻ എന്ന പള്ളി, ഈജിപ്തിൽ അൽ അസ്ഹർ, ടുണീഷ്യയിലെ സൈത്തൂന മോസ്ക്, സ്പെയിനിലെ കൊർദോവ യൂണിവേഴ്സിറ്റി, ആഫ്രിക്കയിലെ സങ്കോർ മോസ്ക്, ഇതൊക്കെ പള്ളിയായി സ്ഥാപിക്കുകയും പിന്നീട് വലിയ വലിയ പഠന കേന്ദ്രങ്ങളായി വികസിക്കുകയും ചെയ്ത സ്ഥാപനങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പെരുന്നാൾ ദിവസം ആയിഷ റളിയല്ലാഹു അൻഹാക്ക് തന്റെ തോളിലൂടെ എത്യോപ്യയിൽ നിന്ന് വന്ന ആയുധാഭ്യാസികളുടെ അഭ്യാസം കാണിച്ചു കൊടുത്തത് പള്ളി അങ്കണത്തിലായിരുന്നു. ഒരിക്കൽ അസ്സാബിനു സാബിത്ത് പള്ളിയുടെ ഒരു മൂലയിൽ നിന്ന് പാട്ട് പാടിയതിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അസ്സാബിനു സാബിത്ത് ഇങ്ങനെ പാട്ട് പാടിയപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഒരു വടിയുമായി അതിലെങ്ങനെ പാസ് ചെയ്തു. അപ്പൊ ഉമറിന്റെ സ്വഭാവം നമുക്കറിയാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അന്നേരം കൈകൊണ്ടായിരിക്കും പലപ്പോഴും പ്രതികരണം. അപ്പൊ അസ്സാബിനു സാബിത്ത് ഒരു ഇത്തിരി ഭീതിയോടുകൂടി ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, നിങ്ങളെക്കാൾ ഉത്തമനായ ഒരാൾ ഇതിലേ പോകുമ്പോൾ ഞാൻ ഇത് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അനുവദനീയമായ നല്ല കാര്യങ്ങൾക്കൊക്കെ ഇസ്ലാമിന്റെ ഗേഹമായി പള്ളി അന്ന് മനസ്സിലാക്കപ്പെട്ടിരിക്കുന്നു എന്ന് ചുരുക്കം. നിക്കാഹ് പള്ളിയിൽ വെച്ചായിരുന്നു നടന്നിരുന്നത്. പള്ളിയോടനുബന്ധിച്ച് ലൈബ്രറികൾ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര കഴിഞ്ഞു വന്നാൽ ആദ്യം പള്ളിയിൽ വിശ്രമിക്കും. എന്നിട്ട് നാട്ടിലെ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ അന്വേഷിച്ചിട്ടാണ് വീട്ടുകാർക്ക് ഒരു മുൻധാരണ കൊടുത്തിട്ടായിരുന്നു വീട്ടിലേക്ക് പോവാറുള്ളത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ബോറ മുസ്ലിങ്ങളെ കുറിച്ചറിയോ? ബോറ മുസ്ലിങ്ങൾ ഇന്നും പള്ളി അവരുടെ ഒരു കേന്ദ്രമായി, എല്ലാറ്റിനുമുള്ള കേന്ദ്രമായി അവർ നിശ്ചയിച്ചിട്ടുണ്ട്. അവരുടെ കത്തുകൾ വരാറ് പള്ളിയിലാണ്. പോസ്റ്റ് ബോക്സ്, എല്ലാവർക്കും ഒന്നിച്ചു വരുന്ന കത്തുകൾ അവരുടെ വിവിധ ബോക്സുകളായി, ഓരോ പേരുകളിലുള്ള ബോക്സുകളായി നിക്ഷേപിക്കും. അവിടെ അവർക്ക് ജമാഅത്ത് ഖാന എന്ന വലിയ കൂട്ടം ചേരലിനും ഭക്ഷണത്തിനും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെയുള്ള ഹാളുകൾ ഉണ്ടാവും. അവിടെ വെച്ച് പലിശരഹിത വായ്പ, ബിസിനസ് സംരംഭങ്ങൾക്കുള്ള സഹായം, അതിനെക്കുറിച്ചുള്ള ഗൈഡ് ലൈൻസ് ഒക്കെ കൊടുക്കും. ഒന്നിച്ച് നോമ്പ് തുറക്കാൻ അവരെല്ലാവരും, ബോറ മുസ്ലിങ്ങൾ എല്ലാവരും പള്ളിയിലേക്കാണ് വരിക. വിദ്യാഭ്യാസ സഹായം, ആരോഗ്യത്തിനെ കുറിച്ചുള്ള അവബോധവും ഒക്കെ അവർ പള്ളിയിൽ വെച്ചാണ് നിർവഹിക്കുക. നമ്മുടെ പള്ളിയും കോവിഡ് കാലത്തും അതുപോലെ പ്രളയ ദുരിത കാലത്തുമൊക്കെ അതിന്റെ വാതിലുകൾ, മസ്ജിദിന്റെ വാതിലുകളെല്ലാം ഇതര സമുദായങ്ങൾക്കടക്കം തുറന്നിട്ടിരുന്നു. എന്തിന് പോസ്റ്റ്മോർട്ടം നടത്താൻ വരെ നമ്മളെ പള്ളി അനുവദിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ക്രിസ്ത്യൻ നിവേദക സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് വന്നപ്പോൾ അവർക്ക് പ്രാർത്ഥനയ്ക്ക് സമയമായപ്പോൾ ഇസ്ലാമിൻ്റെതല്ലാത്ത അവരുടെ പ്രാർത്ഥനയ്ക്ക് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പള്ളി അനുവദിച്ചിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഇങ്ങനെ സാമൂഹികമായ സാംസ്കാരികമായ എല്ലാറ്റിന്റെയും മുസ്ലിങ്ങളുടെ കേന്ദ്രമാണ് മസ്ജിദ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു വൈബിലേക്ക്, ഈ ഒരു രീതിയിലേക്ക് നമ്മുടെ പള്ളിയും പരിസരവും മാറുമ്പോഴാണ് അവിടെ കൂടിച്ചേരാൻ നമുക്ക് ഉത്സാഹമുണ്ടാവുക. ചില പാശ്ചാത്യ നാടുകളിലൊക്കെ ഫിറ്റ്നസ് സെന്റർ അല്ലേ കേരളത്തിലുണ്ട്. കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ പള്ളിയുടെ മുകളിൽ ഫിറ്റ്നസ് സെന്ററായി നടത്തുന്നു. അതുപോലെ വയോധികർക്ക്, വയസ്സായ ആളുകൾക്ക് ചില വ്യായാമങ്ങൾക്ക് പാശ്ചാത്യ നാടുകളിൽ പള്ളിയിൽ നിന്ന് വ്യായാമം അഭ്യസിപ്പിക്കുന്നു. ചില പള്ളികളോടനുബന്ധിച്ച് കോർട്ടുകൾ, ടെന്നീസ് കോർട്ടുകളുമൊക്കെ നടത്തപ്പെടുന്നു. പള്ളിയുടെ അങ്കണത്തിൽ ചെടികൾ വെച്ച് മനോഹരമാക്കിയിരിക്കുന്നു. ലൈബ്രറി സംവിധാനിച്ച പള്ളികളുണ്ട്. ഇങ്ങനെ കൂടിച്ചേരാൻ ഇപ്പോഴും ചില പള്ളികൾ, സൗകര്യമുള്ള സ്ഥലങ്ങളിൽ ചില പള്ളികൾ നമുക്ക് കാണാം. ഇങ്ങനെ എല്ലാം സൗകര്യങ്ങൾ, നല്ലൊരു വൈബായിരിക്കും അങ്ങോട്ട് ചേരുമ്പോൾ തന്നെ. നമസ്കാര സമയം കഴിഞ്ഞാൽ ഇരുന്ന് സ്വറക്കാനുള്ള സ്ഥലം വരെയുള്ള അങ്ങനെ ഒരു ഫ്രണ്ട്സ് സർക്കിൾ പള്ളിയോടനുബന്ധിച്ച് രൂപപ്പെടുമ്പോഴാണ് പള്ളിയോടുള്ള സഹകരണവും അവിടെ നമ്മുടെ പള്ളിയോടുള്ള കൂട്ടായ്മയും ശക്തിപ്പെടുക. ചുരുക്കത്തിൽ ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഉറവിട കേന്ദ്രമായി
പള്ളികളെ നമ്മൾ കാണേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഒരു അത്യുന്നത പദവിയാണ് പള്ളികൾക്കുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. യൗമലാ തുളില്ലു ഇല്ലാ ളില്ലുഹു, ഒരു തണലും ലഭിക്കാത്ത കാലത്ത്, മറ്റൊരു തണലും ലഭ്യമല്ലാത്ത പരലോകത്തിന്റെ വിചാരണ സഭയിൽ അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗങ്ങൾ എണ്ണി പറഞ്ഞപ്പോൾ അതിൽ മൂന്നാമതായി പറഞ്ഞത് വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദ് എന്നാണ്. മനസ്സ് പള്ളികളുമായി ഇണക്കപ്പെട്ട ഒരു വ്യക്തി. എപ്പോഴും പള്ളിയിലേക്ക് പോവുക, അവിടെ നിന്ന് കാണാം, ഞാൻ അങ്ങോട്ടെത്താം, അവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ യാത്ര പോവാം. ഇങ്ങനെ പള്ളിയുമായി ഏതു തരത്തിലും ബന്ധിക്കപ്പെട്ട വ്യക്തികളായിരിക്കണം നമ്മൾ എന്ന് ചുരുക്കം. അവിടെ കണ്ണുരുട്ടാത്ത കാരണവന്മാരാണുള്ളത്. തലനരച്ച കാരണവന്മാരെ നോക്കി അവർ അവരുടെ അനുഭവത്തിന്റെ ദൈർഘ്യം കൊണ്ടാണ് അവർക്ക് തലനരച്ചതെന്ന് മനസ്സിലാക്കുന്ന പുതിയ തലമുറയാണ് അങ്ങനെയുള്ള പള്ളികൾ ഉണ്ടാവുക. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുന്ന എല്ലാ തലമുറയും ഒത്തുചേരുന്ന, പുഞ്ചിരിക്കുന്ന മുഖമുള്ള, കുശലവും സലാം വീട്ടി അങ്ങ് ഒന്നും മിണ്ടാതെ പോവുകയല്ല, ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കുശലം പറഞ്ഞ് സൗഹൃദം പുതുക്കി പോകുന്ന ഒരിടമായി പള്ളികൾ മാറേണ്ടതുണ്ട്. അപ്പോൾ നമുക്കും ഇമ്പവും ഇഷ്ടമുള്ള ഒരു ഇടമായി പള്ളി മാറും. ഒരാൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രദേശം ഏതാണ്, അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള പ്രദേശം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രദേശം അവന്റെ പള്ളികളാണ് എന്നും, വഅബദുൽ ബിലാദി അസ്വാഖുഹാ വഅബദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹാ, അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ളത് സൂക്കുകളാണ് എന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി. മാർക്കറ്റുകൾ, ഇന്ന് മാളുകളിൽ നിന്നും ആളുകളിലേക്ക് ആവശ്യത്തിനും അനാവശ്യത്തിനും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരാണ് പലരും. അവിടെ കറങ്ങുന്നവർ ഓർക്കണം, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അങ്ങാടികളിൽ ആദ്യം പോകുന്നവർ നിങ്ങളാവരുത്, അവസാനം അങ്ങാടികളിൽ നിന്ന് വരുന്നവരും നിങ്ങളാവരുത്. പിശാചിന്റെ വിളനിലമാണത്. അഥവാ അത്യാവശ്യത്തിന് പോകേണ്ടി വന്നാൽ പോകാമെന്നല്ലാതെ അങ്ങനെ പോവുകയാണെങ്കിൽ സൂക്കുകളിൽ നമ്മൾ കാണിക്കേണ്ട മര്യാദകൾ കണ്ണു താഴ്ത്തുക, സലാം ചെല്ലുന്നവരോട് മടക്കുക, അങ്ങനെയൊക്കെയുള്ള മര്യാദകൾ പാലിക്കണമെന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സൂചിപ്പിക്കുന്നത് പള്ളികളെ കുറിച്ചാണ്, പള്ളികളെ മഹത്വത്തെ കുറിച്ചാണ്. പള്ളികളിൽ ഒത്തുകൂടി ഇതുപോലെയുള്ള ഉത്ബോധനങ്ങൾ, ഖുതുബകൾ, മറ്റു ഖുർആനിൽ നിന്ന് പഠിക്കുന്ന ക്ലാസുകളൊക്കെ കേൾക്കുന്ന ആ സദസ്സിൽ അള്ളാഹുവിന്റെ സക്കീനത്ത് ഇറങ്ങും, അള്ളാഹുവിന്റെ ശാന്തി ഇറങ്ങുമെന്നും, അള്ളാഹുവിന്റെ കാരുണ്യം അവരെ പൊതിയുമെന്നും, മലായിക്കത്തുകൾ അവരെ വലയം ചെയ്യുന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ ശാന്തി കൊതിക്കുന്നവരാണല്ലോ, നമ്മൾ സമാധാനം മനസ്സിൽ കൊതിക്കുന്നവരാണ്, അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെയുള്ളവർ പള്ളിയുമായി ബന്ധപ്പെടണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വചനത്തിലൂടെ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള സദസ്സുകളെ കുറിച്ച് അള്ളാഹു അഭിമാന ബോധത്തോടു കൂടി സംസാരിക്കുന്നതിനെ കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ സന്നിധിയുള്ള മലക്കുകളോട്, അതാ അവരൊരു കൂട്ടം എന്റെ അടിമകളാണ്, അവർക്ക് ജീവിതത്തിൽ ഒരുപാട് തിരക്കുകളുണ്ട്, പക്ഷെ അവരതാ ഖുർആനിൽ നിന്ന് പാരായണം ചെയ്യുകയും അത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു, അവർക്ക് വേണ്ടി എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് പറയുകയും മലക്കുകൾ അള്ളാഹുവിനോട്, മലായിക്കത്തുകൾ അള്ളാഹുവിനോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അള്ളാഹു അങ്ങനെ നമുക്ക് കരുണ ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നു. പള്ളിയുമായി ഹൃദയബന്ധമുള്ളവരെ വിചാരണ നാളിൽ അള്ളാഹു പ്രത്യേകം വിളിക്കുന്നുണ്ട്. ഐനൽ ജീറാനി, എന്റെ അടുപ്പക്കാരെവിടെ, എന്റെ അയൽവാസികൾ എവിടെ എന്ന് ചോദിച്ചുകൊണ്ടാണ് അള്ളാഹു വിളിക്കുന്ന. ആ വിളി കേട്ട് മലക്കുകൾ പറയുന്നത്, ആരാണ് നിന്റെ അടുപ്പക്കാർ, ആരാണ് നിന്റെ അയൽവാസികൾ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ മറുപടി ഐനൽ ഉമ്മാറുൽ മസ്ജിദ്, പള്ളി പരിപാലിക്കുന്നത് പതിവായി അവിടെ പോകുന്നവരും എവിടെ എന്ന് നാളെ പരലോകത്ത് പള്ളിയുമായി നിരന്തരം ബന്ധപ്പെടുന്നവരെ അള്ളാഹു പ്രത്യേകം വിളിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇനി ഒരു പള്ളി നിർമ്മിച്ചാൽ ആ നിർമ്മാണത്തിൽ സഹകരിച്ചാനുള്ള പുണ്യവും മഹത്വവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു പക്ഷിക്കൂട് പോലെയോ അതിനേക്കാൾ ചെറുതോ ആയ ഒരു പള്ളി നിർമ്മിച്ചാൽ പോലും പകരം സ്വർഗത്തിൽ അള്ളാഹു ഒരു വീട് പ്രദാനം ചെയ്യുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. മരണശേഷവും പ്രതിഫലം ലഭിക്കുന്ന
ഒരു സംഗതിയായിട്ട് സദഖത്തുൻ ജാരിയയായിട്ടാണ് പള്ളി നിർമ്മാണത്തിന് സഹായിക്കുക എന്നത് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അവിടെ ആളുകൾ സുജൂദ് ചെയ്യുന്ന കാലത്തോളം നാം അവിടെ സാമ്പത്തികമായോ മറ്റു സൗകര്യങ്ങൾ കൊണ്ടോ സഹായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കും അതിന്റെ പ്രതിഫലത്തിന്റെ വിഹിതം കിട്ടുമാറ് മഹത്തരമാണ് ആ സംഗതികളൊക്കെ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരാൾ രാവിലെയും വൈകുന്നേരവും പള്ളിയിലേക്ക് പോകുമ്പോഴും വരുമ്പോഴുമൊക്കെ അള്ളാഹു സ്വർഗത്തിൽ അവനൊരു വിരുന്നൊരുക്കും. എത്ര തവണ അവൻ പള്ളിയിലേക്ക് പോവുകയും വരികയും ചെയ്യുമ്പോൾ അത്ര ഒരു വിരുന്നൊരുക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ ഭക്ഷണമല്ലല്ലോ, വിശേഷ ഭക്ഷണം സ്വർഗത്തിൽ അള്ളാഹു അവൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഭൂമിയിൽ ഓരോ ദിവസവും മനുഷ്യകർമ്മങ്ങളെ കുറിച്ച് വിലയിരുത്താനും രേഖപ്പെടുത്താനായി മലക്കുകൾ ഇറങ്ങുന്നതിന് സമയത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. സുബഹി സമയത്തും അസർ സമയത്തും മലായിക്കത്തുകൾ ഇറങ്ങുകയും പോവുകയും ചെയ്യുമ്പോൾ അള്ളാഹു ചോദിക്കുന്നുണ്ട്, എന്റെ ദാസന്മാരാ മലക്കുകളോട് അള്ളാഹു ചോദിക്കുന്നു, ഏത് അവസ്ഥയിലാണ് എന്റെ അടിയാന്മാരെ നീ കണ്ടത് എന്ന് ചോദിക്കും, നിങ്ങൾ കണ്ടത് എന്ന് ചോദിക്കുമ്പോൾ മലക്കുകളുടെ മറുപടി ആതൈനാഹും വഹും യുസല്ലൂൻ, ഞങ്ങൾ അവിടെ ചൊല്ലുമ്പോൾ അവർ നമസ്കരിക്കുകയാണ്. വതറക്നാഹും വഹും യുസല്ലൂൻ, ഞങ്ങൾ വിട്ടിട്ട് പോരുമ്പോഴും അവർ നമസ്കരിക്കുകയാണ് എന്ന് പള്ളികളിൽ നമസ്കരിക്കുന്നവരെ കുറിച്ച് അള്ളാഹുവിന്റെ സന്നിധിയിൽ മലായിക്കത്തുകൾ സർട്ടിഫൈ ചെയ്തു കൊടുക്കുന്നു. പള്ളിയുടെ മഹത്വത്തെ കുറിച്ചാണ് നമ്മൾ ഈ പറഞ്ഞു വരുന്നതൊക്കെ. ഇത്രയും മഹത്വമുള്ള പള്ളികളിൽ പാലിക്കേണ്ട മര്യാദകളെ കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാവേണ്ടതുണ്ട്. ഒന്നാമത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ്. അവനെ മാത്രമേ പള്ളിയിൽ ആരാധിക്കാവൂ എന്നുള്ളതാണ് നാം പ്രഥമമായി മനസ്സിലാക്കേണ്ടത്. വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദഊ മഅല്ലാഹി അഹദ, പള്ളികൾ അള്ളാഹുവിനുള്ളതാണ്, അതിൽ നിങ്ങൾ അള്ളാഹുവിനോടൊപ്പം മറ്റാരെയും വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് സൂറത്തുൽ ജിന്നിലൂടെ. ഇന്ന് പല പള്ളികളും കാണാൻ മനോഹരവും വിശാലവുമാണെങ്കിലും അവിടെ ശിർക്ക് കലർന്ന ആചാരങ്ങളും നേർച്ചകളും കെട്ടിപ്പൊക്കിയ ഖബറുകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അള്ളാഹുവിനോടല്ലാതെ പ്രാർത്ഥന അവിടെ ഉയരുന്നു. പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് അത്തരം പള്ളികളിലേക്കൊക്കെ സിയാറത്ത് ടൂറുകൾ സംഘടിപ്പിക്കപ്പെടുന്നു. നമുക്കറിയാം, 3 പള്ളികളിലേക്കല്ലാതെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള യാത്ര അരുതെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഒന്ന് 1,00,000 അധികം പ്രതിഫലം കിട്ടുന്ന മസ്ജിദുൽ ഹറാമാണ്, ഒന്ന് 1000 തവണ പ്രതിഫലം കിട്ടുന്ന മസ്ജിദുൻ നബവിയാണ്, ഒന്ന് 500 തവണ പ്രതിഫലം കിട്ടുന്ന മസ്ജിദ് ബൈത്തുൽ മുഖദ്ദിസാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കിയവരാണ്. ഇനി പള്ളികളിൽ നിന്നുയരുന്ന അല്ലാഹു അക്ബർ എന്ന വിളിയാളം, ആ വിളിയാളം മുഴങ്ങുമ്പോൾ അതേറ്റു ചൊല്ലിക്കൊണ്ട് ഹയ്യ അലൽ സ്വലാ ഹയ്യ അലൽ ഫലാ, നമസ്കാരത്തിലേക്ക് വരുവിൻ, വിജയത്തിലേക്ക് വരുവിൻ എന്ന് പറയുമ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, അതിനുള്ള ശക്തിയും കഴിവുമൊക്കെ അള്ളാഹു പ്രദാനം ചെയ്താലല്ലാതെ ഇല്ല, അള്ളാഹുവിന്റെ തൗഫീഖ് അതിനുണ്ടാവണം എന്നുള്ള പ്രാർത്ഥനാവചനം ചൊല്ലിക്കൊണ്ട് ഈ വിളിയുടെയും നമസ്കാരത്തിൻ്റെ ഒക്കെ ഉടയനായ അള്ളാഹുവെ, നാളെ വസീല ഫളീല എന്നുള്ള ദറജകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കണേ എന്ന് ബാങ്കിന്റെ ജവാബിന് ശേഷം പ്രാർത്ഥിച്ചുകൊണ്ട്, ആ ബാങ്കിന് ജവാബ് ചെയ്തുകൊണ്ട് ജമാഅത്ത് നമസ്കാരം പള്ളിയിലേക്ക് ജമാഅത്ത് നമസ്കാരത്തിന് എത്തിക്കൊണ്ടാണ് നമ്മൾ ആ വിളിയാളത്തിന് ജവാബ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. വീട്ടിൽ നിന്ന് വുളൂ ചെയ്തുകൊണ്ടാണ് പള്ളിയിലേക്ക് വരേണ്ടത്. കാൽനടയായി കഴിയുമെങ്കിൽ ഓരോ സ്റ്റെപ്പിലും പാപം പുറത്തു തരും അല്ലാഹു എന്ന് വിചാരിച്ചുകൊണ്ട്, പദവി ഉയർത്തും അല്ലാഹു എന്ന് വിചാരിച്ചുകൊണ്ടാണ് അല്ലാഹുമ്മ ജ്അൽ ഫീ ഖൽബി നൂറ വഫീ ലിസാനി നൂറ വഫീ സമഇ നൂറ വഫീ ബസരി നൂറ അല്ലാഹുമ്മ ജ്അൽ മിൻ ഫൗഖി നൂറ വമിൻ തഹ്തി നൂറ അല്ലാഹുമ്മ ആതിനി നൂറ എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലാഹുവേ എൻ്റെ എൻ്റെ കൽബിൽ നീ പ്രകാശം നിറക്കണം, എൻ്റെ കാതിൽ, എൻ്റെ കണ്ണിൽ, എൻ്റെ മുകൾ ഭാഗത്ത്, എൻ്റെ അടിഭാഗത്ത്, എൻ്റെ മുന്നിൽ, എൻ്റെ പിന്നിലൊക്കെ പ്രകാശം തരണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മൾ പള്ളിയിലേക്ക് വരേണ്ടത്. റബ്ബിനെ അഭിമുഖീകരിക്കാൻ വരുന്ന ഗൗരവബോധത്തോടു കൂടിയാണ് പള്ളിയിലേക്ക് വരേണ്ടത്. ഇങ്ങനെ ഒരുപാട് മര്യാദകൾ പള്ളിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. الحمد لله الواحد القهار المؤمن الجبار المهيمن الغفار غافر الذنب وقابل التوب
ലഹുൽ കിതാബ് ഇലൈഹി വഅലൈഹിൽ ഇഹ്സാൻ റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി യാ അയ്യുഹന്നാസ് ഉസീകും സാനിയൻ ബിത്തഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിക്കണേ എന്നുണർത്തുകയാണ്. പള്ളിയുടെ മര്യാദകളെ കുറിച്ചാണ് സംസാരിച്ചു വന്നത്. ആ മഹത്വവും മര്യാദകളും നമുക്ക് അടുത്ത അവസരത്തിൽ തുടരാം ഇൻഷാ അല്ലാഹ്. മുസ്ലിം ലോകം ഹജ്ജിന്റെ സമയത്തോട് അടുക്കുകയാണ്. നമ്മുടെ പ്രദേശത്ത് നിന്ന് ഹജ്ജിന് പോകുന്നവർ, തവണ ഹജ്ജിന് പോകുന്ന നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ ബന്ധുമിത്രാദികൾ, ഇവർക്കൊക്കെ ഒരു ന്യൂനതയുമില്ലാതെ ഹജ്ജ് നിർവഹിക്കുവാനും അവരുടെ യാത്ര ഏറ്റവും ഹൈറായ നിലയിൽ എത്തിക്കുവാനുമൊക്കെ അള്ളാഹു വിധി നൽകുമാറാവട്ടെ. എല്ലായിടത്തും പല സംഘടനകളുടെയുമായി ഹജ്ജ് ക്ലാസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില കാര്യങ്ങളിലൊക്കെ ഹജ്ജിന് പോകുന്നവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുക സ്വാഭാവികമാണ്. എത്ര കേട്ടാലും, എത്ര ക്ലാസ്സുകൾ അവിടെ ഇവിടെയൊക്കെ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ് പോയി കേട്ടാലും ഹജ്ജിന് പോകുന്നവർ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ അവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്, ഓരോ ദിവസവും 5 ദിവസമാണല്ലോ ഹജ്ജ് ഉള്ളത്, ഓരോ ദിവസവും ചെയ്യേണ്ട പ്രവർത്തികൾ എന്താണ് എന്ന് തലേ ദിവസം ഒന്ന് മനസ്സിലൂടെ ആലോചിക്കുക, എന്നിട്ട് ക്ലിപ്തപ്പെടുത്തുക. ഇത്രയൊക്കെ ക്ലാസ് കേട്ടിട്ടും തവാഫ് ചെയ്യാൻ വുളു വേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കാത്ത ആളുകൾ ഉണ്ടായിരുന്നു. അതുപോലെ സഫാ മർവക്ക് ഇടയിലൂടെ സഫ മുതൽ മർവ വരെയാണ് ഒന്നായി എണ്ണുക. അങ്ങനെ 7 പ്രാവശ്യമാണ് നടക്കേണ്ടത്. എന്നാൽ സഫയിൽ നിന്ന് മർവയിലെത്തി തിരിച്ച് സഫയിലെത്തി 1 എണ്ണിക്കൊണ്ട് അങ്ങനെ ഇരട്ടി പ്രാവശ്യം സഅയ് നിർവഹിച്ചവരുണ്ട്. അപ്പോൾ എന്ത് ക്ലാസ് കേട്ടാലും തലേ ദിവസം എന്തൊക്കെയാണ് നാളെ ചെയ്യേണ്ടത് ഞാൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യാൻ ഹജ്ജിന് പോകുന്നവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നബി ചെയ്ത രൂപത്തിൽ ചെയ്യുക എന്നുള്ളതാണ്, അതിനാണ് നമ്മൾ പ്രാധാന്യം നൽകേണ്ടത്. പൊതുവന്നീ മനാസിക്കും, നിങ്ങൾ എന്നിൽ നിന്ന് ഹജ്ജിന്റെ കർമ്മങ്ങൾ പഠിക്കുക. പൊതുവന്നീ മനാസിക്കും, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായതിനു ശേഷം ചെയ്ത ഏക ഹജ്ജ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്നിൽ നിന്ന് നോക്കി പഠിക്കുക. അപ്പൊ നബി ചെയ്ത രൂപത്തിൽ ഓരോന്നും ആവണം എന്നുള്ള രൂപത്തിലാണ് ഹാജിമാർ ശ്രദ്ധിക്കേണ്ടത്. യാത്ര നരകശിക്ഷയുടെ ഒരു ഭാഗമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും ഒരു പക്ഷേ യാത്രയിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് മുൻകൂട്ടി കാണണം. കാലാവസ്ഥ ചൂടാണ്. വെള്ളം കുടിക്കാൻ അവസരമുള്ളപ്പോൾ വെള്ളം കുടിക്കുക. മൂത്രമൊഴിക്കാൻ അവസരം കിട്ടിയാൽ ആദ്യത്തെ അവസരത്തിൽ തന്നെ അതൊക്കെ ചെയ്തേക്കുക. ഇന്ന് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ചില ദീർഘ ബസ് യാത്രകളിലും ഒക്കെ നമ്മൾ ആദ്യ അവസരത്തിൽ കുറച്ച് കഴിഞ്ഞിട്ടാവട്ടെ എന്ന്, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ അങ്ങനെ വിചാരിച്ചാൽ പിന്നെ കുറേ കഴിഞ്ഞിട്ടാകും വെള്ളം കുടിക്കാനോ അതിനുള്ള സൗകര്യമോ ചിലപ്പോൾ നമുക്ക് കിട്ടുക. അപ്പൊ ആദ്യ അവസരത്തിൽ തന്നെ അത് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കഠിന തണുപ്പുള്ള സംസം വെള്ളമാണ് പലപ്പോഴും എല്ലാ സ്ഥലത്തും ലഭിക്കുക. എന്നാൽ എല്ലാ സ്ഥലത്തും 1-2 ക്യാനുകളിൽ തണുപ്പില്ലാത്ത വെള്ളം ഉണ്ടാവും. തൊണ്ടയ്ക്ക് ബുദ്ധിമുട്ടുള്ളവർ അങ്ങനെയുള്ള വെള്ളം കുടിക്കാൻ ആവി പിടിക്കുന്ന ഒരു മെഷീൻ കൊണ്ടുപോവുക എന്നുള്ളത് സൗകര്യപ്രദമായി തോന്നിയിട്ടുണ്ട്. അവിടെ അത് ഫാർമസിയിലൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും ഏറ്റവും ചുരുങ്ങിയ ലഗേജുമായിട്ട് പോവുകയാണ് ഏറ്റവും അധികം കംഫോർട്ട് എന്ന് ഹാജിമാർ മനസ്സിലാക്കണം. എല്ലാവരും കത്തി കൊണ്ടുപോകേണ്ടതില്ലല്ലോ, എല്ലാവരും കഞ്ഞിന്റെ അരി കൊണ്ടുപോകേണ്ടതില്ല. എന്തൊക്കെയാണോ അത്യാവശ്യമെന്ന് മനസ്സിലാക്കി നമ്മുടെ യാത്രയ്ക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിലായിരിക്കണം അക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അറഫയിലും അതുപോലെയുള്ള പ്രാർത്ഥനാ വേളകളിൽ അത് പരമാവധി മുതലാക്കാൻ ഹാജിമാർ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അവരോട് പറയാനുള്ളത്, അവരെ നമുക്ക് ഉണർത്താനുള്ളത്. പ്രാർത്ഥനാ വേളകൾ, അതിനാണല്ലോ നമ്മൾ പോകുന്നത്. അള്ളാഹുവിന്റെ സന്നിധിയിൽ നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ ആവലാദികളും നമ്മളോട് വസീയത്ത് ചെയ്തവരും ഒക്കെ അതൊക്കെ ഇറക്കി വെക്കാനും പറയാനുമുള്ള വേളകൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ, അതിന് പരമാവധി സൗകര്യം കിട്ടുന്ന രൂപത്തിൽ ആയിരിക്കണം. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന് താൽക്കാലികമായ ഉണ്ടായത് ഹാജിമാരുടെ യാത്രയൊക്കെ ഒന്നുകൂടി ആശ്വാസപ്രദമായി എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് റാഹത്തോടുകൂടി ഹജ്ജ് ചെയ്യുവാൻ നമ്മുടെ ഹാജിമാർക്ക് സാധിക്കുമാറാവട്ടെ. യാത്രയും അവിടെ കർമ്മങ്ങളും ഒക്കെ അള്ളാഹു ഏറ്റവും ഫലവത്തായ രൂപത്തിൽ ആക്കി തീർക്കുമാറാവട്ടെ. ഇന്നലെ നമ്മുടെ ചെയ്ത വോട്ട് നമ്മളിൽ നിന്നൊരു സൽക്രമമായി അള്ളാഹു സ്വീകരിക്കുകയും മാന്യതയുള്ള വാക്കുകളും മനുഷ്യത്വമുള്ള സമീപനങ്ങളും നീതിയോടുകൂടി ഭരിക്കുന്നവരും ഭരണത്തിൽ എത്തിപ്പെടാനുള്ള ഒരു മാർഗവുമായി തീരട്ടെ. നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹു നന്നാക്കി തീർക്കട്ടെ. സ്കൂൾ അവധി ദിവസങ്ങൾ
നമ്മുടെ കുട്ടികൾക്ക് ഉല്ലാസപ്രദവും ഫലപ്രദവുമായി അള്ളാഹു ആക്കി തീർക്കുമാറാവട്ടെ. പള്ളികളെ ആദരിക്കുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. സർവശക്തനായ നാഥ, ഞങ്ങളുടെ സങ്കടങ്ങളെ, ഞങ്ങളുടെ അസ്വസ്ഥതകളെ നീ കണ്ടറിയണേ നാഥ. മനസ്സുകളുടെ നല്ല മുറാദുകളെ നീ ഹാസിലാക്കി തരണേ, അത് ഞങ്ങൾക്ക് പൂർത്തീകരിച്ചു തരണേ നാഥ. ഞങ്ങളിൽ നിന്ന് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരെ, അവരുടെ രോഗം നീ ശിഫയാക്കി കൊടുക്കണേ. കടം കൊണ്ടും മറ്റ് അസ്വസ്ഥതകൾ കൊണ്ട് വലയുന്നവരെ നീ സുഖപ്പെടുത്തണേ. ആ കടം വീട്ടിക്കൊണ്ടും അസ്വസ്ഥതകൾ മാറ്റിക്കൊണ്ടും നീ സുഖം നൽകണേ നാഥ. ഏത് പ്രതിസന്ധിയിലും ദീനിന് മുഖ്യം കൽപ്പിച്ചുകൊണ്ട് ക്ഷമയോടെ ഉറച്ചു നിൽക്കാനുള്ള ക്ഷമ ഞങ്ങൾക്ക് തരണേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്